ഹലോ എവ്രി വൺ. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് നൈറ്റ് ആണോ എന്നറിയില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 2025 ഡിസംബർ 31 രാത്രി 10:00. ന്യൂ ഇയറിൻ്റെ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളുടെ പഴയ നെയ്ബർ വിയറ്റ്നാമീസ് ഫാമിലിയാണ്. അവർ നമ്മളെ പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ന്യൂ ഇയർ വ്ളോഗാണ്. പറ്റുവാണെങ്കിൽ ഇത് ജനുവരി 1 രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ കാണുമ്പോൾ ഇത് ഓൾറെഡി രാവിലെ ആയിരിക്കും. അപ്പം ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. DJ ഓൾറെഡി കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ഓൾറെഡി റോഡിൽ നിന്ന് ഇങ്ങനെ ഫയർ വർക്ക് കാണാമായിരുന്നു കേട്ടോ. ഇപ്പം മാത്രമല്ല, ഡിസംബർ 29, 30, 31 ഈ ഡേറ്റ്സിലൊക്കെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഫയർ വർക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ തന്നെ ഒത്തിരി കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ലിന്നിൻ്റെ വീട്ടിലെത്തി. നല്ല രസമില്ല ഇവിടുത്തെ ഡെക്കറേഷൻ കാണാൻ. ആക്ച്വലി താഴോട്ടും ഒരുപാട് ഡെക്കോറുണ്ട്. സിയാര എവിടെയില്ല. സിയാര ഇവിടുത്തെ ഇളയ മോളാണ്. അവൾക്ക് വേണ്ടി ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. നവംബറിലായിരുന്നു. ഞാനും അവളുമാണ് ഏറ്റവും കമ്പനി. ഞാൻ അവൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ട് വല്ലപ്പോഴും 11 മണിക്ക്. ഇത് സിയാരയുടെ സ്വന്തം റാബിറ്റ് കുട്ടന്മാർ. അയ്യോ, പേര് ലൂല, ലാലു അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഒരു 3 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ഹലോ. സമ്മർ ആകുമ്പോൾ പുറത്ത് ഗാർഡനിൽ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു. ഇപ്പം സമ്മർ അല്ലാത്തതുകൊണ്ട് ഇതാണ് കേട്ടോ സിയാറ. ലിന്നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബറിൽ. അപ്പം പുള്ളിക്കാരിക്ക് വേണ്ടി ഞാനൊരു കോഫി മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ സിയാറയ്ക്ക് വേണ്ടി വാങ്ങിയ കീ ചെയിൻ കേട്ടോ. ചെറിയ കോസ്റ്റേ ആയിട്ടുള്ളൂ. സിയാറ എവിടെയില്ല, അവളുടെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ചേച്ചിക്ക് കൊടുത്തു. ഇതാണ് ലിന്നിൻ്റെ പിള്ളേർ. 5 പിള്ളേരുണ്ട്. ഇതാണ് നമ്മുടെ ബേബി 8. അവൻ ഉറങ്ങി. ക്യൂട്ടി പയ്യാണ്. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. എൻ്റെ ഹോട്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ ഡക്കാണ് കേട്ടോ. ഇതൊരു പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വേണ്ടി. ഇത് സ്റ്റിക്കി റൈസ് ആണ്. എനിക്കൊന്ന് ടൊമാറ്റോ സ്റ്റിക്കി റൈസ്, ക്രാബ് ചിപ്സ്. ഇവരുടെ ടിപ്സൊക്കെ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഫുഡ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന എപ്പോഴും ഇവർ വയറ് നിറച്ച് ഫുഡ് തരും. ഞാൻ തിന്നുകയും ചെയ്യും. ഞാൻ മാത്രമല്ല, ഡിജയുടെ ഹെയർ കട്ട് ഭയങ്കര പുതിയ സ്റ്റൈലാണ്. ഇതിൻ്റെ മുഖത്തൊരു സ്നോഫ്ലേക്ക് ഇപ്പോൾ കാണാം. സുന്ദരമായിട്ടുണ്ട്. നല്ല രസമല്ലേ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ. ഇതാണ് ഇവരുടെ ക്രിസ്മസ് ട്രീ. സെൽഫ് ലിൻ തന്നെ ഉണ്ടാക്കിയത്. പുള്ളിക്കാറ്റ് പറഞ്ഞു. നമ്മുടെ ഇംഗ്ലീഷും ജർമ്മനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംസാരമാണ്. അവർക്ക് മൊത്തത്തിൽ ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് മൊത്തത്തിൽ ജർമ്മനും അറിയത്തില്ല. ഈ ഇരിക്കുന്ന കേട്ടോ ഫയർ വർക്ക് നമ്മൾ രാത്രി കത്തിക്കാൻ പോകുന്ന പടക്കം. ഇവിടെ നമുക്ക് ഇവരുടെ വീടിന് മുന്നിൽ തന്നെ സ്ഥലമുണ്ട്. നല്ല രസമില്ലേ ക്രിസ്മസ് ഡെക്കോർ കാണാൻ. അവിടെ ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ വരെ കിടക്കാനുള്ള ഒരു വലിയ എന്താ പറയണ്ടേ, തൂങ്ങി കിടക്കുന്ന സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ഫുട്ബോളിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്പൂണും ഫോർക്കും പിന്നെ ഈ വടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോപ്സ്റ്റിക്കും സെറ്റ് ചെയ്യും. DJ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിക്കാൻ പഠിച്ചോ? ഞാൻ പഠിച്ചു. എനിക്ക് ഓരോ അരമണി വരെ പെറുക്കാനുള്ള കഴിവ് ഇപ്പോൾ ഉണ്ട്. They only ente shrimps. Yeah. No. But is it special for New Year? Ente is special for New Year? Yeah, in February. I think February. New Year. Varum Ente is special for New Year. I don't know. You don't know, but The everyone German eat ente. so we eat Ente. Yeah. ഇതാണ് എയ്ഡൻ. ഇതാണ് ലിന്നിൻ്റെ പാർട്ട്ണർ. ഇവർ മാരീഡ് അല്ല, പക്ഷേ ബേബി എയ്ഡൻ്റെ ഫാദറാണ് പപ്പ എയ്ഡൻ. അങ്ങനെ അപ്പനും മോനും സെയിം പേരായിട്ടേക്കുന്നത്. ഇപ്പോൾ താഴോട്ട് പോകുന്ന അണ്ടർഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഇവിടെയായിരുന്നു DJ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം ഇവർ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാമെങ്കിലും DJ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തുകൂടെയായിരുന്നു ആക്സസ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ 2 ഫാമിലിക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടി ആക്സസ് ഇല്ലായിരുന്നു. ഇവിടെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 1 മാസം താമസിച്ചത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ വന്നു. പിന്നെ ലിന്ന അവരുടെ നെയിൽ സ്റ്റുഡിയോ കാണിച്ചു തരുമായിരുന്നു, വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തത്. ഇവർ ബേസിക്കലി നെയിൽ സലൂൺ നടത്തുന്നവരാണ്. അത്യാവശ്യം നല്ല ബിസിനസ്സുള്ള ആൾക്കാരാണ്.
ഇപ്പോൾ വീട്ടിലും ഇങ്ങനെ ചെറുതായിട്ട് സെറ്റാക്കി രാത്രി വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ലിൻ അവരുടെ സ്ഥലം കാണിച്ചു തരുമായിരുന്നു. ഇത് അവരുടെ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ്. ഓൾറെഡി ഇവിടെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം മാത്രമാണ്. നല്ല സ്നോ വീണ് കിടപ്പുണ്ട്. ഇതാണ് ബേബി ഹൈഡിൻ്റെ സ്ലൈഡ്. സ്നോ കണ്ടോ, നല്ല തണുപ്പ്. സോ ഇതാണ് എൻട്രി. ഞാനിങ്ങനെ തന്നെ നടന്ന് കാണിക്കാം. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവർ ഗ്രിൽ സ്റ്റേഷൻ എന്നാ പറയണ്ടേ, അതും ഇതും. ഇവർ സമ്മറാകുമ്പോൾ ഫുൾ ടൈം ഗ്രില്ല് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. അവരുടെ കൂടെ കൂടി ഞാനും ഒത്തിരി ഫുഡ് അടിക്കാറുണ്ടായിരുന്നു. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ലിൻ മോളിൽ കയറി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാതെ നമുക്ക് എങ്ങനെ കഴിക്കണമെന്ന് അറിയില്ല. ഇവർ കഴിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ കഴിക്കും. അതാണ് സ്ഥിരം ചെയ്യുന്ന പരിപാടി. അപ്പം ഞാൻ കഴിക്കട്ടെ. യമ്മി ഫുഡാണ്. ഇവരുടെ 2 പെമ്മക്കളാണ് പുറയിലിരിക്കുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും കമ്പനി സിയാറയില്ല. ഈ സോസിൽ ഇങ്ങനെ മുക്കണം, എന്നിട്ട് കഴിക്കണം. ഞാൻ നേരത്തെ ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി ടൊമാറ്റോ അല്ല കേട്ടോ, ഈ ഫ്രൂട്ട് വെച്ചുണ്ടാക്കുന്ന റൈസാണ്. അതിൻ്റെ സീഡ്സാണ് കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് ഹെവൻ ഫ്രൂട്ട്, ഫ്രൂട്ട് ഫ്രം ഹെവനെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ബേബി എയ്ഡൻ എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്ന് കളിക്കാനൊക്കെ തുടങ്ങി. Con bảo Rosmi đập gái đi. Do be say sure. Yes. Oh my god. You do all. Say sure. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും DJയും ഈ 2 പിള്ളേരും, ഇവരുടെ പേര് സിൻഡി, സെലിയ അങ്ങനെയാണ്. ഇവർ 2 പേരുടെയും കൂടെ DJ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഏട്ടൻ ഇവിടെ ഇരുന്നിട്ടെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ കളിക്കാൻ പോയില്ല. DJ തന്നെ കളിച്ചിട്ട് അവരുടെ അടുത്ത് ആക്ച്വലി തോറ്റു. കുറച്ച് കഴിഞ്ഞപ്പം ഏഡനും കൂടി എണീറ്റ് പോയി DJക്ക് ഒരു കമ്പനി കൊടുക്കാൻ. ഫുഡ് കഴിക്കുമ്പോഴേക്കും ഏകദേശം 11:50 ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-8 മിനിറ്റും കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ 12 മണിയാകാൻ വേണ്ടി. സോ വേഗം തന്നെ എല്ലാവരും എഴുന്നേറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തോട്ട് പോയി. വാങ്ങി വെച്ചേക്കുന്ന ഫയർ വർക്കൊക്കെ പുറത്തൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ ഗാർഡനിലല്ല ചെയ്തത്, പകരം റോഡിലാണ് ചെയ്തത്. റോഡിൽ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ. ലീഗലാണോ അല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ വൈകുന്നേരം രാത്രി തിരിച്ചു പോയപ്പോഴും റോഡിൽ മൊത്തം ഫയർ വർക്ക് ചെയ്തതിൻ്റെ വേസ്റ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം മെല്ലെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. ഇവർ കമ്പിറ്റിയൊക്കെ കത്തിച്ചു. അത്യാവശ്യം വലിയ സാധനങ്ങളുണ്ട് ഇവിടെ. പുറകിൽ ബാക്കിയായാലും ആൾക്കാർ ഓൾറെഡി ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ഫയർ വർക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ 12 മണി ആയായിരുന്നു കേട്ടോ. ഏഴിന് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റും ഫുൾ ഫയർ വർക്കാണ് കേട്ടോ. നമ്മുടെ ചുറ്റും ഒരുപാട് ഒച്ച കേൾക്കാം, ഒരുപാട് ഫയർ വർക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഈ സമയമാകുമ്പോൾ പുറത്തിറങ്ങി പരിപാടി തുടങ്ങും കേട്ടോ. ഒളിമ്പിയ പാർക്കിലത്തെ ഫയർ വർക്കും കുറച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ
മരങ്ങളുള്ളതുകൊണ്ട് അത്ര പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം എയ്ഡൻ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ മുന്നിലേക്ക് ഒരുപാട് ഫയർ വർക്കിൻ്റെ വീഡിയോ, ഒരുപാടല്ല, നമ്മൾ ചെയ്തതിൻ്റെ ഒരു കുറച്ച് പാർട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓൾസോ നമ്മൾ സന്തോഷിക്കുന്നതും കൂകുന്നതും അങ്ങനത്തെ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പം അതെല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഫയർ വർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ വെച്ചിട്ടുണ്ട് ആ വീഡിയോ. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് വന്ന് നോക്കുമ്പം ഇതൊരു നല്ല മെമ്മറി ആയിട്ട് ഇവിടെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തു. ഫുൾ പുക, നല്ല പുക. അങ്ങനെ ലാസ്റ്റ് സെറ്റും ഏഴനിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ബെറ്റ്സിയും അമലിയേട്ടനും. അവരും ഉണ്ടായിരുന്നു കുറേ നേരം. പിന്നെ അവരുടെ വീഡിയോ എടുക്കാൻ ഞാൻ ആക്ച്വലി വിട്ടുപോയി. ഇത് ഫയർ വർക്കിൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കിൽ. ആക്ച്വലി 12 മണിക്ക് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയുന്ന വീഡിയോയും എവിടെയോ മിസ്സായിപ്പോയി. ബട്ട് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ചായിരുന്നു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആക്ച്വലി അവിടെയെല്ലാം ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ. മതിയോ?
സ്മൈൽ. DJ ചിരിക്ക്. അങ്ങനെ അവിടെ കത്തിക്കൊണ്ടിരുന്ന സംഭവമൊക്കെ സ്നോ ഇട്ട് നമ്മൾ തീയൊക്കെ കെടുത്തി ക്ലീൻ ആക്കി. കുറച്ച് നേരം പുറത്തുനിന്ന് എൻ്റെ വന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. എൻ്റെ ഫ്രണ്ട്സ് തിരിച്ചു പോയി. ഞാനും ഏടനും അവൻ്റെ കയ്യിലുള്ളൊരു ക്യാമറ വെച്ചിട്ട് കുറച്ച് നേരം കളിച്ചു. DJ ഈ ലിന്നിൻ്റെയും പപ്പ ഏടൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. Aiden, sing. Pretty little baby. You can ask the flower. Na 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 na. Pretty little baby. അതിന് നോയ്സ് ആർക്കും തിരിയാത്ത പക്ഷെ ഇവൻ പാടുന്നുണ്ട് അല്ലേ? Show me. Looks good. No, he turned. That's okay. That's Aiden. ഇതാണ് കേട്ടോ, ബേസിക്കലി ഇത് കേക്കല്ല, ഇറ്റ്സ് ലൈക്ക് എ പുഡിങ്. അടിയിൽ ബിസ്ക്കറ്റ്സിൻ്റെ ഒരു ലെയർ വെച്ചിട്ട് പിന്നെ വിപ്ഡ് ക്രീമും അങ്ങനെ എന്തൊക്കെയോ പുഡിങ്ങും ഒക്കെ വെച്ചിട്ടാക്കിയതാണ്. ബേസിക്കലി ഒരു പുഡിങ് പോലെ തന്നെയായിരുന്നു. ലിൻ എന്നെയും DJനെയും വിളിച്ചപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇവിടെ പൊതുവേ ഫോറിനേഴ്സ് നമ്മളെ അവരുടെ ഒരു ക്ലോസ് ഫാമിലി മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ജർമ്മൻസ് ആണെങ്കിലും പൊതുവേ അങ്ങനെ വളരെ കൺഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ കുഞ്ഞു പ്ലേറ്റ്സ് വേണം. Das darfst du nicht machen. Oh, that's okay. Do you know where we have small bowls to serve it? Yes. Here. No. No. Yes. Yeah, this one. You too. We miss you. This too. We miss you. Where are you? By my dad. Ah, enjoy. My English very bad. But you have score 2. ഇതാണ് കേട്ടോ സിയാറ. But you അവളുടെ have score 2 for ഫാദറിൻ്റെ English. അടുത്താണ് അവളുള്ളത്. ബേസിക്കലി ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ എനിക്കറിയില്ല. Talk to me നേരത്തെ every പറഞ്ഞ day. പപ്പ എയ്ഡൻ ലിൻ്റെ ന്യൂ പാർട്ട്ണറാണ്. അങ്ങനെയാണ് ബേബി എയ്ഡൻ. സിയാറയുടെ ഫാദർ വേറെ ആളാണ്. അപ്പം സിയാറ അവളുടെ ഫാദറിൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ബുക്ക് വായിക്കാൻ നട്ടപ്പാതിരിക്ക് 1 മണിക്ക്. Rosby, video okay? Read. Here. DJ വരുന്നോ റീഡിങ്? Nein, das ist kein Spaß mehr. Du verstehst nicht. കണ്ണിൽ കിട്ടല്ലേ? മതി മതി. ഏത്? അയ്യോ. അങ്ങനെ ഇവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാനും DJയും തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ലിന്ന് അവിടെ കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഉറങ്ങിയേക്കാമെന്ന് നമ്മൾ ഇച്ചിരി ഓർത്ത് പിന്നെ ഉറങ്ങിയില്ല. ഇങ്ങ് പോന്നു. അവർ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മളിങ്ങ് പോന്നു. അടിപൊളിയായിരുന്നല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും ഫയർ വർക്ക് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒളിമ്പിയ പാർക്കിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഇവിടെയെല്ലാം ആൾക്കാർ തന്നെ അല്ലേ, അടുത്തുവാ, ആൾക്കാർ തന്നെ ഇങ്ങനെ കുറേ സാധനം കൊണ്ട് കത്തിക്കും. അതൊട്ടും സേഫ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടൊക്കെ പോയിട്ട് വേണമെങ്കിൽ പരിക്ക് പറ്റാം. കഴിഞ്ഞ തവണ ഒളിമ്പിയ പാർക്കിൽ പോയപ്പോൾ ഇച്ചിരി പേടി വന്നു. ഇത്തവണ പിന്നെ ഇങ്ങോട്ട് പോകാൻ അതിന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ലിൻ വിളിച്ചപ്പം നമ്മളങ്ങ് പോയെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ 12 ഗ്രേപ്സ് ഒരാൾ കഴിക്കുന്നത്. ഞാൻ ഈ സംഭവം കഴിഞ്ഞ വർഷമാണ് അറിഞ്ഞത്. അതായത് നമ്മൾ അടുത്ത വരുന്ന ന്യൂ ഇയറിൻ്റെ ഓരോ മാസത്തിലേക്കും എന്ന് പറഞ്ഞ് ഓരോ വിഷസ് പറഞ്ഞ്
രാത്രി 12 മണിക്ക് ടേബിളിൻ്റെ അടിയിലിരുന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പം ഇത് മെക്സിക്കോയിലും കണ്ട ടേബിളിനടി കയറുന്ന ബുദ്ധിമുട്ടാണ്. മെക്സിക്കോയിലും കണ്ട തുടങ്ങിയതുപോലെ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് മെക്സിക്കോയിലത്തെ ഗ്രേപ്പ് ഫാമേഴ്സിന് ഒരു വിൽപ്പന കിട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ഐഡിയ ആണ്. സോ ഈ സമയമാകുമ്പോൾ മെക്സിക്കോയിൽ 12 ഗ്രേപ്സിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് കിട്ടും. അതിന് 80 യൂറോസ് ഒക്കെ വരെ പോകുമെന്ന്. വെറും 12 ഗ്രേപ്സിന്. അത് നാട്ടിലെ 8,000 റുപ്പീസ് അല്ലേ? അതെ. അപ്പം മേ ബി അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിയായിരിക്കാം. പക്ഷെ എന്തായാലും എല്ലാവരും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ മാസത്തേക്ക് ഓരോ വിഷസ് എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് 12 മണിയും കഴിഞ്ഞ് പോയി മേശയുടെ അടിയിൽ കയറാനുള്ളൊരു മൂഡില്ല. നമുക്ക് സോഫയിൽ ഇരുന്നിട്ട് 12 വിഷസ് തന്നെ എനിക്കുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. വിഷ് ചെയ്തിട്ട് കഴിക്കണം. അപ്പം നമുക്ക് കഴിക്കാം. അല്ല, നീ വിഷ് ചെയ്തിട്ടൊന്നും കഴിച്ചോ? ശരിക്കും വിഷയം പറയല്ലേ, വെച്ചിട്ട് പറയണ്ട. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? ഞാനെല്ലാം പറയാൻ വിട്ടുപോയോ? ഇല്ല. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഫസ്റ്റ് ന്യൂ ഇയർ ആണ് കല്യാണം കഴിഞ്ഞിട്ട്. യെസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ ബൈ. ബൂം.